ഒരു പാത്രം നിറയെ അച്ചാറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഇക്ക കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അല്ല നമ്മുടെ വീട്ടിൽ എന്തായാലും നമുക്ക് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലെവലിലൊന്നും അച്ചാർ ഉണ്ടാക്കാറില്ല. ഇതിപ്പോൾ കുറേ മാത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റും പോലെ എങ്ങനെയൊക്കെയോ ആക്കി കൂട്ടിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ തൊലിയൊന്നും കളയാതെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ടാണ് കുറച്ച് വിനാഗിരിയൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയത്. ഞാൻ അതിൻ്റെ റെസിപ്പി ഒന്നും ഇടുന്നില്ല, സാധാരണ നമ്മൾ വെക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളിയൊക്കെ അധികം ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ കുറച്ച് നെല്ലിക്ക അച്ചാറും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. നെല്ലിക്ക അച്ചാർ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു അരക്കിലോ നെല്ലിക്ക മാത്രം വാങ്ങിയിട്ട് അതൊന്നും ഇട്ടതാണ് കേട്ടോ. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം കായ പൊടി വാങ്ങാതെ കായം വാങ്ങിച്ചിട്ട് അതിനെ ഒന്ന് എണ്ണയിൽ ചൂടാക്കി പൊടിച്ചൊക്കെയാണ് രണ്ട് അച്ചാറിൽ ഞാൻ ഇട്ടത് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നി. ഇത് കുറച്ച് ബീഫ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ആ ഒരു പരിപാടിയിലോട്ട് പോകണം. പിന്നെ കുറച്ച് ഇലയൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്, ഇലയപ്പം ഉണ്ടാക്കാനാണ്. പിന്നിപ്പോൾ ആ ഇല എടുക്കാൻ പോയ കൂട്ടത്തിൽ കുറച്ച് ചീര എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് കുറച്ച് കൊട്ടക്കുടം മാങ്ങയാണ് കേട്ടോ. ഇത് പഴുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഞങ്ങളുടെ വീട്ടിലുള്ളതാണ്. അപ്പോൾ അതും പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ കംപ്ലീറ്റ് സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുള്ളത്. അച്ചാറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ ഉപ്പും ആ ഒരു എരിവും ഒക്കെ പാകത്തിന് തന്നെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരെണ്ണം എടുത്ത് നോക്കി വീണ്ടും ഒരു കഷ്ണം കൂടെ നോക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു നാരങ്ങ അച്ചാർ വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കാതെ തന്നെ ഇഡ്ഡലി പാത്രത്തിൽ തട്ടിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയൊക്കെ എടുത്താണ് അച്ചാറാക്കിയത്. അതുപോലെ മാങ്ങച്ചാർ നോക്കുകയാണ്. മാങ്ങച്ചാർക്ക് ഭയങ്കര ടേസ്റ്റാണ്. കാരണം ചെറുതായിട്ടൊന്ന് പഴുത്തിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ടൊരു മധുരം വന്നു തുടങ്ങിയിട്ടായിരുന്നു. ആ ഒരു രീതിയിലുള്ള മാങ്ങ അച്ചാറിടുമ്പോൾ അതിനൊരു ടേസ്റ്റ് പ്രത്യേകത തന്നെയാണ്. പിന്നെ ഇത് കുറച്ച് ഗോതമ്പ് മാവാണ്. ഗോതമ്പ് മാവ് ഞാൻ ഇലയപ്പം ഉണ്ടാക്കാൻ വേണ്ടി നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് ഉപ്പിട്ട് റെഡിയാക്കിയിട്ട് അത് ആ ഒരു നല്ല തിളപ്പോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒഴിച്ച് പാകത്തിന് വീണ്ടും വീണ്ടും അത് അടുപ്പിലോട്ട് തന്നെ വെച്ച് കൊടുക്കുകയാണ്. കാരണം അത് ആ ഒരു തിള മാറാൻ പാടില്ല. നമ്മൾ എത്രത്തോളം വെള്ളം വേണം അത്രയും വെള്ളം വെട്ടി തിളയ്ക്കുന്നത് തന്നെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. ഒഴിക്കുന്ന ആ സ്പോട്ടിൽ തന്നെ മാവ് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ അതിനി പച്ചവെള്ളം കയ്യിൽ നനച്ചിട്ട് ഒന്ന് റെഡിയാക്കി മിക്സ് ചെയ്തൊക്കെ എടുക്കണം. ഇതേ ബീഫ് റെഡിയാക്കിയിട്ടുണ്ട്. ബീഫ് നന്നായിട്ട് കുറച്ചുകൂടി ഒന്ന് വരട്ടിയെടുത്താൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇക്കാക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത്ര ഒരു ഡ്രൈ ആക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ഗ്രേവി ആയിട്ടൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ചു. വീണ്ടും ഒരു വലിയ പാത്രത്തിൽ കുറച്ച് ചിക്കന് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. കാരണം വീട്ടിൽ നിന്ന് ഒരു ചാവക്കുഴി ഉണ്ടായിരുന്നു, അതിനെ ഒന്ന് അറുത്ത് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടാൽ നല്ല മട്ടൻ പോലെ ഇരിക്കുന്നുണ്ട്. അതിന് ഞാൻ കുക്കറിലൊന്നും ആക്കാതെ തന്നെ ആ ഒരു വലിയൊരു പാത്രത്തിൽ നേരിട്ട് സ്റ്റൗവിലോട്ട് വെച്ച് വേവിച്ചെടുക്കുകയാണ്. കുറച്ച് സമയം വേണ്ടി വരും, എന്നാലും പ്രശ്നമില്ല. കുക്കറിലാക്കി ഒന്ന് നശിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് ഇങ്ങനെ നേരിട്ട് തന്നെ അടുപ്പത്ത് വെച്ച് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാമെന്ന് കരുതി. പിന്നെ അതിലോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നിറക്കെ നല്ലൊരു ലെവലിൽ വെള്ളം വേണം കേട്ടോ. കാരണം അത് വേവാൻ ടൈം എടുക്കും, പെട്ടെന്നൊന്നും വെന്ത് കിട്ടൂല എന്തായാലും. അപ്പോൾ എല്ലായ്പ്പോഴും ഒക്കെ പോകുന്ന സമയത്ത് എനിക്ക് എപ്പോഴും അനിയത്തിമാരും ഉമ്മച്ചിയും ഒക്കെ വീട്ടിലുണ്ടാവും. ഇപ്പോൾ ആരുമില്ല. അപ്പോൾ എല്ലാ പണിയും കൂടി എനിക്ക് ഒറ്റയ്ക്കാണ്. ഞാൻ കഷ്ടപ്പെട്ടു കേട്ടോ. അനിയത്തിമാർ രണ്ടുപേരും ബിസിയായി. അല്ലെങ്കിൽ അവർ എന്തായാലും ഒരാൾ വന്നിട്ട് ഒരു 1.5 മണിക്കൂർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടാണ് പോയത് കേട്ടോ. അല്ലാതെ ഇപ്പോൾ വേറെ ആരുമില്ല, അവർ തന്നെയാണ് എപ്പോഴും വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ അവൾ വന്ന് കുറച്ച് തേങ്ങയൊക്കെ കുറച്ചധികം ഒരു 3ഓളം തേങ്ങയൊക്കെ ചിരകി വെച്ച് തന്നിട്ടൊക്കെയാണ് പോയത്. അപ്പോൾ ഇത് ഇലയപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കിനി ഒരു ശർക്കരയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇലയപ്പം റെഡി, ചിക്കൻ കറി റെഡി, അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം പാക്ക് ചെയ്ത് ബാഗിലോട്ട് ആക്കുക അത്ര തന്നെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാനും മോളും ഇക്കയും കൂടിയാണ് എല്ലാം റെഡിയാക്കി ബാഗിലോട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എയർപോർട്ടിലോട്ട് പോവാണ്. 10 മണിക്കാണ് ഇക്കക്ക് 10 1 മണിക്കാണ് ഫ്ലൈറ്റ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പതുക്കെ സ്ലോയിൽ പോവാണ്. അങ്ങനെ എയർപോർട്ട് എത്തി. ഇക്ക അങ്ങ് ഉള്ളിലോട്ട് കയറി കഴിയുമ്പോൾ പോകാമെന്നുള്ള ഇതിൽ ഞങ്ങൾ ഇച്ചിരി നേരത്തെയാണ് വന്നത്. അപ്പോൾ പുറത്ത് നിന്ന് കുറച്ചധികം നേരം അവിടെ നിന്ന് സംസാരിച്ചു, ഇങ്ങനെ നിന്നു. കാരണം എപ്പോഴും ഇക്കയെ കൊണ്ട് വിടുക ആ സ്പോട്ടിൽ തന്നെ നമ്മൾ 10 മിനിറ്റിനകം ഇനി ഗേറ്റിന് പുറത്ത് കിടക്കുക, അങ്ങനെയാണ്. പക്ഷെ ഇന്ന് ഇച്ചിരി കൂടെ നേരമൊക്കെ നിന്നു. എന്നാലും മോന് പിറ്റേന്ന് ക്ലാസ് ഉള്ളത് കാരണം അധിക സമയം നിന്നില്ല. ഇക്ക അകത്തോട്ട് കയറുന്നത് ജസ്റ്റ് നോക്കി നിന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി കേട്ടോ. ഇതിങ്ങനെ കൂടെ ഉള്ളൊരു യാത്രയപ്പം കാര്യങ്ങളും ഒരു വിഷമവും ഒക്കെയാണ്. എന്നാലും ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ. അതൊന്നും ഒഴിവാക്കാൻ പറ്റാത്ത സംഭവങ്ങൾ തന്നെയാണ്.